നമസ്കാരം. കേരള കോൺഗ്രസ് നേതാവ് കെ.എം. മാണിക്ക് 84 വയസ്സ്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതിൻ്റെ പ്രഭയിലാണ് അദ്ദേഹം. നമസ്കാരം സാർ. നമസ്കാരം. 84 വയസ്സായി എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. അത്രയായെന്ന് എനിക്ക് ഒരു തോന്നലില്ല. വാർദ്ധക്യത്തിൻ്റെ തോന്നലില്ല. ഇപ്പോഴും യുവത്വത്തിൻ്റെ ഒരു വിട്ടുമാറിയിട്ടില്ല. എപ്പോഴും ഞാൻ ഇങ്ങനെ ഓവർടൈം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. 84ാം പിറന്നാളിനും കാരുണ്യ പദ്ധതികളാണല്ലോ നിറയെ. ഈ കാരുണ്യ പദ്ധതികളാണോ അങ്ങയുടെ ഏറ്റവും വലിയ നേട്ടമായി കാണുന്നത്? എന്തൊക്കെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതാ ഞങ്ങൾ പാർട്ടി ഇതിനെപ്പറ്റി ആലോചിക്കാൻ പറയുന്നത് ഒരാർഭാടും ആവശ്യമില്ല, ഒരാഘോഷവും വേണ്ട, ഒരാർഭാടും വേണ്ടെന്ന്. ഇപ്പോൾ പാർട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തത് നമ്മൾ കുറച്ച് പുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് 1000 കേന്ദ്രങ്ങളിൽ എന്തെങ്കിലും പുണ്യപ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെ അരി കൊടുക്കുക, അല്ലെ മരുന്ന് കൊടുക്കുക, അല്ലെ വീടുണ്ടാക്കി കൊടുക്കുക, വീടില്ലാത്തവർക്ക് വീട് പണിത് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള നല്ല ഒരു സാമൂഹ്യ സേവന പരിപാടികൾ അത് നമുക്ക് നടപ്പിലാക്കുകയാണ് വേണ്ടിയത്. അങ്ങനെ നമുക്ക് ചെയ്യാം. 1000 കേന്ദ്രങ്ങളിൽ നമ്മുടെ പ്രവർത്തകർ തന്നെ മുന്നോട്ട് വരുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സന്തോഷമുള്ളത് ഇപ്പോൾ ധാരാളം കേന്ദ്രങ്ങളിൽ പാർട്ടിയുടെ ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല പുണ്യപ്രവർത്തികൾ ഓരോരുത്തരും അതിലേക്ക് ചെയ്യുന്നുണ്ട്. അതെനിക്ക് വലിയ സന്തോഷമായി. ഈ കാരുണ്യ എന്നുള്ള പേര് തന്നെ മാണി സാറിൻ്റെ ഒരു സംഭാവന എന്ന് വേണമെങ്കിൽ പറയാം. കാരുണ്യ ലോട്ടറി തന്നെ. അതെ, നിയമം വന്നപ്പോൾ അന്യസംസ്ഥാന ലോട്ടറികളൊക്കെ നിരോധിച്ചു. ഗവൺമെൻറ് ലോട്ടറി നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അതിലെ ഒരു ലോട്ടറിയുടെ വരുമാനം പാവപ്പെട്ടവർക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഈ മൈമലയായ ജീവിതത്തിൽ കാണുന്നത് നമുക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാത്തത് എന്തായിരുന്നെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതും ഈ MLA-മാരുടെ വീടുകളിലേക്ക് ഓരോ ദിവസവും 100 കണക്കിന് പാവപ്പെട്ട ആൾ വരുന്നുണ്ട്. ചികിത്സ അവർക്ക് സഹായിക്കാൻ ആരുമില്ല. സഹായം വേണം, ചികിത്സാ സഹായിക്കുക എവിടെയെങ്കിലും ആശുപത്രിയിൽ. അപ്പം നമുക്കൊരു MLA-മാർക്കെല്ലാം വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ഇങ്ങനെ സഹായം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സ്ഥിരമായ ഒരു ആശ്വാസ പരിപാടി വേണം എന്നെൻ്റെ മനസ്സിനെ സ്പർശിച്ചിരുന്നു. അത് സമയം വന്നപ്പോൾ ഞാൻ ഈ ലോട്ടറിയുടെ വരുമാനം വെച്ചുകൊണ്ട് സൗജന്യ ചികിത്സാ പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ വന്നിരിക്കുന്നൊരു കാര്യം 1.5 ലക്ഷത്തിലേറെ പാവപ്പെട്ടവർക്ക് രോഗികൾക്കായി 1500 കോടിയിൽ പരം രൂപ ഇപ്പോൾ ചെലവഴിച്ചിട്ടുള്ളതായിട്ടാണ് ലേറ്റസ്റ്റായിട്ട് കേൾക്കുന്ന കണക്ക്. എനിക്കിപ്പോൾ അടുത്ത നാളത്തെ കൃത്യം അറിഞ്ഞുകൂടാ. മിക്കവാറും അത് കഴിയാനാണ് സാധ്യത. നിരവധി തവണ ധനകാര്യമന്ത്രി പദം വഹിച്ചയാളാണ്. ഏറ്റവും വലിയ നേട്ടമായി കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ധനകാര്യമന്ത്രിയായിരിക്കെ ഞാൻ കൊണ്ടുവന്ന പദ്ധതികളൊക്കെ ഇന്നവേറ്റീവായിട്ടുള്ള ഇന്നവേറ്റീവായിട്ടുള്ള പദ്ധതികളാണ്. ആ പദ്ധതികളൊക്കെ കർഷക ജനതയ്ക്ക് വേണ്ടിയിട്ട് ഒരു സംഗതി ഇരുന്നത്, ഏത് കാലഘട്ടത്തിലും ബഡ്ജറ്റ് വരുമ്പോൾ വരുമാനത്തിന് വേണ്ടി കാർഷിക മേഖലയിലേക്കാണ് വേട്ടയാടുന്നത്. കൃഷിക്കാരെ വേട്ടയാടുക, അവന് മുഴുവൻ ആദായ നികുതി, പ്ലാന്റേഷൻ്റെ, ഇങ്ങനെയൊക്കെ കൃഷിക്കാരൻ്റെ ടാക്സ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ കൃഷിക്കാരൻ്റെ ഔത്സുക്യം തന്നെ നഷ്ടപ്പെട്ടു പോയി. അവർ കൃഷി ചെയ്യാൻ തന്നെ താല്പര്യമില്ല. ഉദാഹരണമായിട്ട് പ്ലാന്റേഷൻ ടാക്സ്. കൃഷിക്കാരൻ്റെ കൃഷിയിടങ്ങളിൽ കടന്നു ചെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ വന്ന് വൃക്ഷം എണ്ണുക. വൃക്ഷം എണ്ണുമ്പോൾ 80 തെങ്ങാണെന്നുണ്ടെങ്കിൽ 1 ഹെക്ടർ, 400 കമുകാണെങ്കിൽ 1 ഹെക്ടർ. ഈ നിലയിൽ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏക്കറേജ് വെച്ചുകൊണ്ട് അങ്ങ് നികുതി ചുമത്താൻ തുടങ്ങി. അത് ഭയങ്കര കൃഷിക്കാർക്കൊക്കെ വലിയ വിഷമായി. അപ്പോൾ ഞാനാണ് ആ പ്ലാന്റേഷൻ ടാക്സ് വേണ്ടെന്ന് വെപ്പിച്ചു. അത് കൃഷിക്കാർക്ക് വലിയൊരു ആശ്വാസമായില്ലേ. രണ്ടാമത്, അഗ്രികൾച്ചർ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഈ അഗ്രികൾച്ചർ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് വല്ല കണക്കുണ്ടോ? കൃഷിക്കാർക്ക് വല്ല കണക്കുണ്ടോ? കമ്പനിക്കാർക്കല്ലാതെ. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം ടാക്സ് പീഡനങ്ങൾ, ഇവർ കണക്ക് വസ്തുവായിട്ട് കണക്കില്ല, അതുകൊണ്ട് അവർ ബെസ്റ്റ് ഓഫ് ജഡ്ജ്മെൻറ്റ് അങ്ങോട്ട് അടിക്കുകയാണ്, നികുതി ചുമത്തുകയാണ്. കൃഷിക്കാരെ വലിയ വിഷമിച്ചു. അതുകൊണ്ട് ഞാൻ ചെയ്തത് കമ്പനികളെ ഒഴിവാക്കിക്കൊണ്ട് കമ്പനികളുടെ മേൽ അഗ്രികൾച്ചർ ഇൻകം ടാക്സ് നിലനിർത്തിക്കൊണ്ട് കർഷകരുടെ മേലുള്ള ഇൻകം ടാക്സ് എടുത്തു കളഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായ കർഷകരുടെ മേലുള്ള നികുതി എടുത്തു കളഞ്ഞത്. കാർഷികാദായ നികുതി വേണ്ടാന്ന് വെച്ചു. കാർഷികാദായ നികുതി
അപ്പം പിന്നെ അത് പിന്നീട് പല സംസ്ഥാനങ്ങളും അനുകരിക്കുകയത്. അപ്പോൾ പ്ലാന്റേഷൻ ടാക്സ് കളഞ്ഞു, കാർഷിക ആദായ നികുതി കളഞ്ഞു, പിന്നെ കർഷക തൊഴിലാളി പെൻഷൻ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കർഷക തൊഴിലാളി പെൻഷൻ കൊണ്ടുവന്നത്. കർഷക തൊഴിലാളികൾക്ക് എത്രയോ 80-ലാണ്, എത്രയോ വലിയ ആശ്വാസമായി. ഇപ്പോൾ ഏതാണ്ട് 1000 രൂപ എല്ലാ പെൻഷനുകളും 1000 രൂപ ആക്കിക്കൊണ്ട് 1000 രൂപ കിട്ടുന്നില്ലേ മാസം തോറും. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കൃഷിക്കാർക്ക് പെൻഷൻ. കൃഷിക്കാരാരെങ്കിലും വിചാരിച്ചിരുന്നോ കൃഷിക്കാർക്ക് പെൻഷൻ കിട്ടുമെന്ന് വിചാരിച്ചു? എനിക്ക് ആ ബഡ്ജറ്റിലൂടെ ഞാൻ കൊണ്ടുവന്നത് കൃഷിക്കാർക്ക് വലിയ ആശ്വാസമായി. ഇന്നും കൃഷിക്കാർക്ക് മാസം തോറും ചെറുകിട കൃഷിക്കാർ, വൻകിടക്കാരല്ല, വെറും ചെറുകിട മാർജിനൽ കൃഷിക്കാർക്ക് ഈ പെൻഷൻ കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഞാൻ രാഷ്ട്രീയത്തിൽ കയറിയപ്പോൾ ഞങ്ങളൊക്കെ തോന്നുന്നത്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷനുണ്ട്, കൃഷിക്കാരനും മറ്റുള്ളവർക്കും പെൻഷനില്ല. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തണം എന്നുള്ള നിലയ്ക്കാണ് കർഷകർക്ക് പെൻഷൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ കർഷക തൊഴിലാളിക്ക് പെൻഷൻ, കർഷകർക്ക് പെൻഷൻ പോകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലൊരു പ്രോഗ്രാമാണ്. പിന്നെ റബ്ബർ സബ്സിഡി, വിലസ്ഥിരതാ പദ്ധതി 180 രൂപ ഡിഫറൻസ്. 85 രൂപ റബ്ബറിൻ്റെ വില ഇടിഞ്ഞു കിടന്നപ്പോഴാണ് ഈ വിലസ്ഥിരതാ പദ്ധതി കൊണ്ടുവന്നത്. അപ്പോൾ 65 രൂപയുടെ വ്യത്യാസമുണ്ട്, 85ഉം 180ഉമായിട്ട്. അപ്പോൾ ഞാൻ ആ ബഡ്ജറ്റിലൂടെ പറഞ്ഞു 180 രൂപയെങ്കിലും കിട്ടണം 1 കിലോഗ്രാം റബ്ബറിന്. വില വ്യത്യാസം, കമ്പോള വിലയും പ്രഖ്യാപിത വിലയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ അത് കൃഷിക്കാർക്ക് സബ്സിഡി ആയിട്ട് അവിടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിന് 85 രൂപ ആയിരുന്നപ്പോൾ 65 രൂപയുടെ വ്യത്യാസമുണ്ട്. ഓരോ കിലോഗ്രാം റബ്ബറും കേരളത്തിലെ കൃഷിക്കാർ വിറ്റുകൊണ്ടിരുന്നപ്പോൾ 85 രൂപയുടെ രൂപയായി വില ഇടിഞ്ഞു കിടന്നിരുന്ന ആ സന്ദർഭത്തിൽ 65 രൂപ ഓരോ കിലോഗ്രാമിനും സബ്സിഡി അവിടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. ഇപ്പോൾ വില പതുക്കെ ഉയർന്ന് 150ആയി. അപ്പോൾ ഇപ്പോൾ നിയമം അനുസരിച്ചാണ് പഴയ പദ്ധതി ഇനി തുടരണോ വേണ്ടിയോ എന്നുള്ളതാണ്. പഴയ പദ്ധതി തുടരണം. 150 ആയെങ്കിൽ ഇനി ഗവൺമെൻറ് ചെയ്യേണ്ടത് 200 രൂപയെങ്കിലും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ വർദ്ധിച്ചു. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് 200 രൂപയെങ്കിലും പ്രഖ്യാപിച്ചുകൊണ്ട് കൃഷിക്കാർക്ക് റബ്ബർ സബ്സിഡി കൊടുക്കണം. അപ്പം UDF ഗവൺമെൻറ് കാലത്ത് സഹിച്ചിടത്തോളം നഷ്ടം വരികയില്ല. അപ്പം ഇപ്പം 150 രൂപ വിലയുണ്ട്. അതുകൊണ്ട് അത് ചെയ്യണം. അത് ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷക പെൻഷൻ കൊടുക്കും. ഇപ്പം ഏലകൃഷിക്കാർക്ക് സഹായ പദ്ധതി കൊണ്ടുവന്നു. പട്ടയത്തിന് അനുമതി വാങ്ങിയത് ഞാൻ റവന്യൂ മന്ത്രി ആയിരിക്കുമ്പോഴാണ്. അന്നൊരു ബാലികേറ മലയായിരുന്നു പട്ടയം എന്ന് പറയുന്നത്. പട്ടയത്തിന് ഇവിടെ കമൽനാഥ് വന്ന് നെടുങ്കണ്ടത്ത് വന്ന് 58,000 ഹെക്ടർ സ്ഥലത്തിന് പട്ടയം കൊടുത്തു എന്ന് പറഞ്ഞ് ഫയലിൽ ഒപ്പിട്ടേച്ച് പോയി. പക്ഷേ അതങ്ങനെ വിമാനം കയറിയപ്പോൾ അവിടുത്തെ കേന്ദ്രത്തിൽ നിന്ന് പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് പറഞ്ഞ് ഇത് നിയമവിരുദ്ധമാണ് ഈ കൊടുത്തത്. നിയമവിരുദ്ധമായിട്ട് ആരെങ്കിലും ചെയ്താൽ പ്രോസിക്യൂട്ട് ചെയ്യുന്നവരായി. ഇതിൽ കൂടുതൽ നാണക്കേടൊരു മന്ത്രിക്കുണ്ടോ? അപ്പോൾ എനിക്കെതിരായിട്ടായി ഇവിടുത്തെ മാർക്കറ്റുകാർ മാണിയുടെ കള്ളപ്പട്ടയം കൊടുത്തു കൊണ്ടുപോയി ഗവൺമെൻറ്. ഞാൻ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, അതിന് പരിഹാരമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഡൽഹിയിൽ പോയി ആഴ്ചകളോടും അവിടെ താമസിച്ചു. ഓഫീസുകൾ കയറി ഇറങ്ങി, മന്ത്രിമാരെ കണ്ടു, പ്രധാനമന്ത്രിയെ കണ്ടു, വാണിജ്യമന്ത്രിയെ കണ്ടു, കൃഷിമന്ത്രിയെ കണ്ടു, ഉദ്യോഗസ്ഥന്മാരുമായിട്ട് പലതവണ പല തലങ്ങളിലുള്ള ചർച്ചകൾ നടത്തിയിട്ട് പട്ടയത്തിലുള്ള അനുമതി വാങ്ങി. ആ അനുമതി വാങ്ങി ഞാൻ നിയമസഭയിലേക്ക് വരിക, വിമാനം ഇറങ്ങി. അപ്പോഴായി ചന്ദ്രപ്പൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, എവിടെ പോയി കള്ളപ്പട്ടയം കൊടുത്ത പാടി. അപ്പോൾ ഞാനിത് കേട്ട് മനസ്സ് എനിക്ക് രസം തോന്നി. അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് പറഞ്ഞു, ചന്ദ്രപ്പ വിഷമിക്കണ്ട, ഇതാ പട്ടയം, സാധുവായ പട്ടയാനുമതി, എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സാധുവായ പട്ടയം. എന്നിട്ട് വിശ്വാസമായില്ല. അല്ല കോടതി കേസ് കൊടുക്കുന്നു. കോടതി പോയി കേസ് കൊടുത്തു, ഇത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണ്. ഹൈക്കോടതി പറഞ്ഞു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി പറഞ്ഞു എല്ലാം സാധുവായ പട്ടയം. അപ്പോൾ കോടതിയും അംഗീകരിച്ചു. അങ്ങനെ എന്നിട്ട് ഞാൻ തന്നെ ഇടുക്കിയിൽ പോയി 10,000 പേർക്ക് അന്ന്, ഇന്നും മുഴുവൻ പട്ടയം കൊടുക്കാൻ ഇപ്പോൾ കഴിച്ചിട്ടില്ല. അന്ന് ഞാൻ എൻ്റെ കൈ കൊണ്ട് 10,000 പേർക്ക് കട്ടപ്പന ഇടുക്കിയിൽ ചെന്ന് വാഴത്തോപ്പിലാണ് വെച്ചെന്ന് എനിക്ക് തോന്നുന്നു. 10,000 പേർക്ക് എൻ്റെ കൈ കൊണ്ട് ഞാൻ തന്നെ പട്ടയം കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഈ പട്ടയത്തിനുള്ള അനുമതി വാങ്ങി, പട്ടയം കൊടുത്തു. ഇങ്ങനെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലും കൃഷിക്കാരെ സഹായിച്ചു. അതുപോലെ തന്നെ വ്യാപാരികൾക്ക് എല്ലാം. ഇപ്പം വ്യാപാരികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബഹുമുഖ വിൽപ്പന നികുതിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ ഞാൻ വരുമ്പോൾ ധനകാര്യമന്ത്രി. എന്നാൽ പിന്നെ ഗുലാത്തി കമ്മീഷൻ റിപ്പോർട്ട് വരുത്തിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ബഹുമുഖ വിൽപ്പന നികുതി അവസാനിപ്പിച്ച് ഏകമുഖ വിൽപ്പന നികുതിയാക്കി. ഇപ്പോൾ 1-2 സബ്ജക്റ്റിനേ ഉള്ളൂ ബഹുമുഖം. അപ്പോൾ ആ നിലയ്ക്ക് വന്നപ്പോഴത്തേക്ക് എന്തൊരു വ്യത്യാസമാണ്, വ്യാപാര മേഖലയിൽ വ്യത്യാസം വന്നു. അപ്പം വ്യവസായ മേഖലയിൽ
ഇപ്പോൾ ഈ അടുത്ത് ഞാൻ എൻ്റെ ബഡ്ജറ്റിൽ അവസാനം പറഞ്ഞിരുന്നത് ഒരു പുതിയ സംരംഭങ്ങൾ എല്ലാവരും കുട്ടികളെല്ലാം ജോലി വേണം എന്ന് എല്ലാവരും ദേ ആർ ഗോയിങ് ആഫ്റ്റർ ജോബ്, ഗവൺമെൻറ് ജോബ്. എല്ലാവർക്കും ഗവൺമെൻറ് ജോബ് കിട്ടുകയില്ല. നിങ്ങൾ പുതിയ സംരംഭം ആരംഭിക്കുന്നുവെങ്കിൽ 20 ലക്ഷം രൂപ പലിശയില്ല വായ്പയോടുകൂടി തരാം. പലിശയില്ലാതെ വായ്പ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം പലിശയാകുമ്പോൾ 5 വർഷമാകുമ്പം മുതലും പലിശയോടെ കുമിഞ്ഞുകൂടും. പിന്നെ കടക്കണിയായി ആത്മഹത്യയായി അങ്ങനെയായി അതിൻ്റെ പോക്ക്, അതിൻ്റെ സൈക്കിൾ അതാണ്. അപ്പം പലിശയില്ല വായ്പ കൊടുത്തോടുകൂടി വലിയ ഇതായി. തന്നെയുമല്ല, വനിതകളൊരു പുതിയ സംരംഭം തുടങ്ങുന്നുവെങ്കിൽ അവിടെ മൂലധന പങ്കാളിത്തവും കൂടി ഗവൺമെൻറ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ. അപ്പോൾ അതിനുവേണ്ടിയാണ് സ്വയം സംരംഭക മിഷൻ ഞാൻ ബഡ്ജറ്റിൽ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുന്നതിനും കൃഷിക്കാർക്ക് ആശ്വാസം കൊടുക്കുന്നതിനും ഇവിടുത്തെ നികുതി നിയമങ്ങൾ പൊളിച്ചെഴുതുന്നതിനും എല്ലാം കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഭരണപക്ഷം നല്ലത് ചെയ്താൽ അഭിനന്ദിക്കും, മോശമായത് ചെയ്താൽ എതിർക്കുമെന്നാണ് അടുത്ത കാലത്തും അങ്ങ് പറഞ്ഞത്. ഇപ്പോഴത്തെ സർക്കാരിനെ അഭിനന്ദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അഭിനന്ദിക്കാൻ ഒന്നുമില്ല. ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ചുമ്മാ വെറുതെ പബ്ലിസിറ്റിക്ക് അവർക്കൊരു മാർക്കറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. അതുകൊണ്ട് ഇല്ലാത്തത് അവർ മാർക്കറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഉള്ളതായിട്ട് എല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യുന്നുമില്ല. വളരെ മോശമായ പ്രവർത്തനമാണ് ഗവൺമെൻറ്. ജോസ് കെ മാണിക്ക് കേന്ദ്രമന്ത്രി പദവി, അങ്ങേക്ക് ഗവർണർ പദവി, അങ്ങനെയൊക്കെയാണ് ചില കഥകൾ കേൾക്കുന്നത്. എന്തെങ്കിലും കഴമ്പുണ്ടോ ഇത്? അതൊക്കെ വേണമെങ്കിൽ എത്രയോ മുമ്പിലേ വാങ്ങാമായിരുന്നു. എത്രയോ മുമ്പിലേ ഈ പദവികളൊക്കെ കിട്ടുമായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഒന്നും വല്ലതും പുറകെ പോയി. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ജോസ് കെ മാണിക്കും ബാക്ക് ഡോറിൽ കൂടെ മന്ത്രിയാകേണ്ട കാര്യമില്ലല്ലോ. ഡയറക്റ്റായിട്ട് ആകുമ്പോഴാവും. അല്ലാതെ ഇപ്പം മന്ത്രിയാകണം ആ മോഹത്തോടു കൂടി ഒന്നും ആരുടെയും ഒരു പ്രവർത്തനമില്ല. ജോസ് കെ മാണി വളരെ കൃത്യമായിട്ട് ചുമതലാബോധത്തോടു കൂടി പാർട്ടി കാര്യങ്ങളും സംഘടനാ കാര്യങ്ങളും പാർലമെൻ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അല്ലാതെ അതിന് മന്ത്രിയാകാൻ ഒരു ആഗ്രഹമില്ല. അങ്ങനെ ബാക്ക് ഡോറിൽ കൂടെ യാതൊരു നടപടിയും ഉണ്ടാവില്ല. CPIക്ക് എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് എമ്മിനോട് ഇത്രമാത്രം എതിർപ്പ്? CPIക്ക് സ്വാഭാവികമായ വിരോധം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇടതുപക്ഷത്തേക്ക് ചെന്നാൽ CPIയുടെ സ്ഥാനം കുറയലേ. അപ്പോൾ ഇപ്പോഴുള്ള സ്ഥാനം നിലനിർത്തുന്നതിനും അതിൻ്റെ ഗ്രേഡ് കുറയാതിരിക്കുന്നതിനും ഞങ്ങൾ ചെല്ലാതിരിക്കണം. പ്രത്യേകിച്ച് ഒരു കർഷക പിന്തുണയുള്ള ഒരു പാർട്ടി, നല്ല ജനസ്വാധീനമുള്ളൊരു പാർട്ടി LDFിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇന്നത്തെ ഈ CPIയുടെ രീതി മാറും. അവിടെ സമ്മർദ്ദ രാഷ്ട്രീയം കുറയും. അതുകൊണ്ടാണ് എപ്പോഴും ഈ കേരള കോൺഗ്രസിനെതിരെ CPI ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാലൊരു മറുപടി കൊടുത്തു, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, നിങ്ങൾ അവിടെ ഇരിക്കുന്നിടത്തിരുന്നു, സുഖമായിട്ടിരുന്നു, ഒന്നും ഭയപ്പെടാനില്ല. അതുകൊണ്ട് ഞങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ നമ്മുടെ പന്നിയന് മറുപടി കൊടുക്കുകയുണ്ടായിരുന്നു. ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കെ ജേക്കബ് തോമസിനെതിരെ അന്ന് നടപടി ഉണ്ടായത് അങ്ങയുടെ സമ്മർദ്ദം മൂലമാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ധാരണ കൊണ്ടാണോ ജേക്കബ് തോമസ് അങ്ങയെ അതിലേക്കൊന്നും കടന്ന് പറയുന്നില്ല, ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. പുള്ളി എന്താണെന്നും ഈ അടുത്ത കാലത്തെല്ലാം പുറത്തു വന്നിട്ടുണ്ടല്ലോ. പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ചെയ്തികളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. എന്നോട് വിരോധമുള്ളൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അത് മുമ്പിലേ ഞാൻ പറഞ്ഞല്ലോ. എന്നോട് നാട്ടുകാരനായ ഒരാളാണ്. എന്നോട് മുമ്പിലെ വിരോധമുണ്ട്, വിരോധത്തിന് കാരണമുണ്ട്. അതൊക്കെ മീഡിയയിൽ കൂടെ പറയേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും ജനങ്ങളുടെ മനസ്സിൽ അത് കെ എം മാണിയെ കുറിച്ചൊരു ഇമേജ് നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് ഒരിക്കലുമില്ല. എന്നെ അറിയാവുന്നവർക്കറിയാം. അത് ആരംഭം മുതലേ എൻ്റെ രാഷ്ട്രീയത്തിൽ, കേരള കോൺഗ്രസിൻ്റെ വളർച്ചയെ ഭയപ്പെടുന്ന രാഷ്ട്രീയ ശക്തികളൊക്കെ കേരള കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാനും അതിനെ നേതാവിനെ അടിച്ചാൽ പ്രസ്ഥാനം പോകുമല്ലോ. അങ്ങനെയുള്ള ശ്രമങ്ങൾ എത്രയോ നടന്നിട്ടുണ്ട്. അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും കണ്ടും കേട്ടും അതിനെയൊക്കെ നോക്കിയും കണ്ടുമൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. PC ജോർജിനെ ഒപ്പം കൂട്ടിയത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ഓപ്പണാണ്, ജനങ്ങൾക്കറിയാം എങ്ങനെയാണ്, എന്താണ്, എന്നോടുള്ള ഇരിപ്പ് എന്താണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ പകുതി ജീവിതം മുഴുവൻ എനിക്കെതിരായിട്ടുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും ആണല്ലോ ഉണ്ടായിരുന്നത്. 84 വർഷത്തെ രാഷ്ട്രീയ ജീവിതം പൂർണ്ണ സംതൃപ്തനാണോ? ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. കാരണം എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സമൂഹത്തിനും കർഷക ജനതയ്ക്കും സമൂഹത്തിനും എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വെറുതെ ചുമ്മാതെ സ്ഥാനം ആഭരണമായി കൊണ്ടുള്ളൊക്കെ അല്ല ചെയ്തത്. കിട്ടിയ അവസരങ്ങളൊക്കെ ഞാൻ 12 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു. പിന്നെ ഒരേ നിയോജക മണ്ഡലത്തിൽ നിന്നും 13 തിരഞ്ഞെടുപ്പുകൾ ജയിച്ചു. 50 വർഷം MLA ആയിരുന്നു.
അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദ ലോ ഓഫ് ഡിമിനീഷിങ് റിട്ടേൺ എന്ന് പറയുന്ന പോലെ ഞാൻ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോറും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നോട് അമർഷമൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ താല്പര്യവും അവരുടെ സ്നേഹവും എന്നോട് കൂടി വരികയാണ് ചെയ്തത്. കാരണം എനിക്ക് ജനങ്ങളോടും അതുപോലെ തന്നെയാണ്. എൻ്റെ സംവിധായകരോടുള്ള ഓരോ വോട്ടറെയും കാണുമ്പം അത്രയും ആദരവോടും സ്നേഹത്തോടും ആണ് ഞാൻ അവരെ സമീപിക്കുന്നത്. കാരണം അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഞാനിങ്ങനെ രാഷ്ട്രീയത്തിൽ ഉയർന്നു നിൽക്കുന്നത്. അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്.